ഹൗ ടു ബ്രിങ് യുവർ പാരൻസ് ടു ഓസ്ട്രേലിയ. അതെ, നിങ്ങൾ ഇവിടുത്തെ പെർമനൻറ്റ് റെസിഡൻറ്റോ അതോ സിറ്റിസനോ ആയിരിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ പാരൻസിനെ ഓസ്ട്രേലിയക്ക് കൊണ്ടുവരാം. പല വഴികളുണ്ട്. അതിൽ സ്പോൺസേഡ് വിസിറ്റിംഗ് വിസ അല്ലെങ്കിൽ വിസിറ്റിംഗ് വിസ, ഫാമിലി സ്പോൺസേഡ് സ്ട്രീം. അതെ, സ്പോൺസേഡ് ഫാമിലി സ്ട്രീം വിസ വഴി നമുക്ക് പാരൻസിനെ ഇങ്ങോട്ട് കൊണ്ടുവരാൻ പറ്റും. പാരൻസിന് ഇവിടെ 12 മാസം വരെ ഇവിടെ നിൽക്കാൻ പറ്റും ആ വിസ ഉപയോഗിച്ച്. എന്നാൽ ഈ വിസയിൽ ഇവിടെ വന്ന് അവർക്ക് ജോലി ചെയ്യാൻ പറ്റില്ല. എന്നാൽ അവർക്ക് ഇവിടെ 3 മാസം വരെ പഠിക്കാം അല്ലെങ്കിൽ ട്രെയിൻ ചെയ്യാം. അവർക്ക് ഇവിടെ കറങ്ങി നടക്കാം, ട്രിപ്പ് പോകാം, ക്രൂസിന് പോകാം, ഫാമിലീസിനൊക്കെ വിസിറ്റ് ചെയ്യാം. എല്ലാം ഈ കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റും. എന്നാൽ ഈ വിസയുടെ കോസ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോഴത്തെ രീതിയിൽ, അതായത് 2024 ഓസ്ട്രേലിയൻ ഡോളർ $190 ഈ വിസ അപ്ലൈ ചെയ്യാൻ ഒരാൾക്ക്. അതായത് ഒരു 10,000 രൂപ, ഒരു പാരൻറ്റിന് 10,000 ഇന്ത്യൻ റുപ്പീസ് വരും ഈ വിസ അപ്ലൈ ചെയ്യാൻ. ഈ സ്പോൺസേഡ് ഫാമിലി സ്ട്രീം വിസ വഴി പാരൻസിനെ കൊണ്ടുവരികയാണെങ്കിൽ അതിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ അവരെ സ്പോൺസർ ചെയ്യണം. അപ്പോൾ അതിന് പല കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതിനെക്കുറിച്ചൊരു വീഡിയോ ഞാൻ മുമ്പ് പറഞ്ഞിരുന്നു, അത് ഒന്ന് വാച്ച് ചെയ്യുന്നത് നല്ലതായിരിക്കും. അപ്പോൾ ആർക്കെങ്കിലും നിങ്ങളുടെ പാരൻസിനെ, അതായത് നിങ്ങളുടെ അപ്പനെയോ അമ്മയെയോ അതോ 2 പേരെയോ ഓസ്ട്രേലിയക്ക് കൊണ്ടുവരുന്നുണ്ടെങ്കിൽ ഒരു 20,000 രൂപ കൊടുത്താൽ നിങ്ങൾക്ക് വിസിറ്റർ വിസ കിട്ടും. അവർക്ക് ഇവിടെ 12 മാസം വരെ നിൽക്കാൻ പറ്റും. അപ്പോൾ ഈ വിസയുടെ ഭാഗമായി നിങ്ങൾ നിങ്ങളുടെ പേ സ്ലിപ്പ് വെക്കേണ്ടി വരും. ഒരു $4,000-5,000 ഈച്ച് പേഴ്സൻ്റെ ഒരു ഡെപ്പോസിറ്റ് കാണിക്കേണ്ടി വരും. അതായത് നിങ്ങൾക്ക് ഇവിടെ അവരെ ലുക്ക് ആഫ്റ്റർ ചെയ്യാൻ പറ്റുന്നതാണ് കാണിക്കുന്നത്. പിന്നെ അവർക്ക് ഇവിടെ ഒരു ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കേണ്ടി വരും. നാട്ടിൽ നിന്നായാലും എടുക്കാം, ഇവിടെ എടുക്കുന്നതായിരിക്കും കുറച്ചുകൂടി സൗകര്യം. അപ്പോൾ ആ ഹെൽത്ത് ഇൻഷുറൻസിനുള്ള പൈസയാണ് ഈ 4,000 കൊണ്ട് അവർ ഉദ്ദേശിക്കുന്നത്. ഈ 4,000 ഉണ്ടെങ്കിൽ അവർ ഇവിടെയുള്ള താമസകാലം, അതായത് 1 വർഷത്തേക്ക് അവരുടെ ഹെൽത്ത് ഇൻഷുറൻസും അവരുടെ ജീവിത ചെലവും ഈ 4,000 രൂപ കൊണ്ട് ഒരാൾക്ക് കാണിച്ചാൽ സുഖമായിട്ട് കഴിഞ്ഞു പോകാൻ പറ്റുമെന്നാണ് അവർ കാണിക്കുന്നത്. അതായത് 2 ലക്ഷം രൂപ ഡെപ്പോസിറ്റ് കാണിക്കേണ്ടി വരും. അപ്പോൾ ഇത് എപ്പോഴും ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കും. ഇതിനെക്കുറിച്ച് ഞാൻ മുമ്പൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. ആ വീഡിയോ കുറച്ചും കൂടി ഡീറ്റെയിൽഡാണ്. പക്ഷേ അത് വലിയ ലെങ്തി വീഡിയോ ആയതുകൊണ്ട് ഞാൻ ഇതിനെ ഒന്ന് ചെറുതാക്കിയെന്നുള്ളൂ. താല്പര്യമുണ്ടെങ്കിൽ ആ വീഡിയോ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ് ദ ഓഡ് ക്യാച്ചി ടോക്ക്.